മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൾഫിൽ കുടുങ്ങിയ തൂക്കുപാലം സ്വദേശിനിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ മോചനം. രാമക്കൽമയുടെ പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ മീരാൻ റാവുത്തറാണ് കുവൈറ്റിൽ നിന്ന് തിരികെ എത്തുന്നത്. കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. ഉൽപാദനത്തിനും ഗണ്യമായ കുറവ്. 1 മാസം കൊണ്ട് വ്യാപകമായി ശരവും ചിമ്പുകളും അഴുകി നശിച്ചു. പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച ചക്കക്കൊമ്പൻ. കൃഷിയിടങ്ങളിൽ വ്യാപക കൃഷിനാശവും വരുത്തി കാട്ടുകൊമ്പന്റെ വിളയാട്ടം. നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ. വന്യമൃഗഭീതിയിൽ പുറത്തിറങ്ങാനാകാതെ മലയോര ജനത. ചിന്നക്കനാലിൽ പുലിഭീതി ഒഴിയുന്നില്ല. കുളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യം. നാഗമലയിൽ പശുവിനെ കൊന്ന് ഭക്ഷിച്ചത് കടുവയെന്ന് സംശയം. വിശദമായ വാർത്തകളിലേക്ക്. ഗൾഫിൽ കുടുങ്ങിയ തൂക്കുപാലം സ്വദേശിനിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ മോചനം. സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയാണ് മോചനത്തിനിടയാക്കിയത്. രാമക്കൽമയുടെ പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ മീരാൻ റാവുത്തറാണ് കുവൈത്തിലെ വീട്ടുതടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. 4 മാസം മുൻപാണ് ജാസ്മിൻ കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയത്. ജോലിക്ക് നിന്ന വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജോലിയിൽ നിന്ന് മാറണമെന്ന് പലതവണ അപേക്ഷിച്ചിട്ടും ജാസ്മിന് ഏജൻസിക്കാർ കൈയൊഴിഞ്ഞു. പിന്നീട് നിർബന്ധം പിടിച്ചതോടെ ജാസ്മിൻ ഏജൻസിയുടെ തടവിലായി. പിന്നീട് ആഹാരവും വെള്ളവുമില്ലാതെ 27 ദിവസം നേരിട്ടത് അതിക്രൂര പീഡനം. ചെന്നിട്ട് 12 ദിവസം ജോലി ചെയ്തു. 8 ദിവസം ബാത്റൂമിലെ വെള്ളം കുടിപ്പിച്ചാണ് അതിനെ ജീവിപ്പിച്ചത്. അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ആഹാരമില്ല. ഈ ചെന്നിടത്തും എനിക്ക് ആഹാരമില്ല, ഓഫീസിലും ആഹാരമില്ല, സമയമില്ല, ഉറക്കമില്ല. അങ്ങനെയാണ് ഇവള് വിളിച്ചിട്ട് അവളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവളുള്ള കാര്യങ്ങൾ മൊത്തം ഇവളോട് പറഞ്ഞു. കഴിഞ്ഞ മാസം 15-ന് നാട്ടിലുള്ള സുഹൃത്തായ ലിസയോട് ജാസ്മിൻ ഫോണിലൂടെ ദുരിതം വിവരിച്ചു. ജാസ്മിനെ തിരികെ എത്തിക്കാൻ ലിസ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടത്. മാസങ്ങളോളം എംബസി കിടക്കുന്നവരുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചേച്ചിയെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് സാറ് ശ്രമിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ സുരേഷ് സാറും ബിജു സാറും എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചാൽ ചേച്ചിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. എന്താ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. തട്ടിപ്പിനിരയായി നിരവധി പേർ വിദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ജാസ്മിനും കുടുംബവും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന്റെ തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. ഇതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വ്യാപകമായി ശരവും ചിമ്പുകളും അഴുകി നശിച്ചു. കടക്കണിയിലേക്ക് കൂപ്പുകുത്തി ജില്ലയിലെ ഏലം കർഷകർ. രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, വണ്ടൻമേട്, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമായിരിക്കുന്നത്. ചെറുകിട വൻകിട തോട്ടങ്ങളിലും 15% മുതൽ 30% വരെ ഉൽപാദനം വ്യാപകമായി കുറയുമെന്ന് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചീഞ്ഞു നശിച്ചു. മെയ് പകുതി മുതൽ ജൂൺ 30 വരെ ജില്ലയിൽ ഇടവിടാതെ പെയ്ത മഴ ഏലം കർഷകന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിച്ചത്. നല്ല കാലാവസ്ഥയായിരുന്നു ആദ്യം മുതൽ. മെയ് മാസത്തിലൊക്കെ മഴ കിട്ടിയപ്പോൾ നല്ല ഇതായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്ത് ഏലം തട്ടമറിച്ചിൽ അഴുകൽ എല്ലാം കർഷകരെ ബാധിച്ച് ഒരു 30% ഏലക്കായുടെ കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. രോഗപ്രതിരോധത്തിനായി ബോർഡോ മിശ്രിതം തയ്യാറാക്കുന്നതിന് 1000 രൂപ മുതൽ 3000 രൂപ വരെ ചെലവഴിച്ചാണ് 200 ലിറ്റർ മിശ്രിതം തയ്യാറാക്കുന്നത്. 40 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രതിരോധ മാർഗം തയ്യാറാക്കി ഏലത്തിന് തളിക്കണം. എന്നാൽ സാധാരണ കർഷകനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. ഈ അഴുകൽ വരുമ്പോൾ ബാക്കി നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ ബോർഡോ മിശ്രിത തുരിശിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ 40-45 ദിവസത്തേക്ക് മാത്രമാണ് നമുക്കതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത്. പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെട്ടെന്നുള്ള വെയിൽ, അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു. കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏലം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ മെച്ചപ്പെട്ട വില ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും സീസൺ ആരംഭിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. കർക്കിടകത്തിൽ വരാനിരിക്കുന്ന മഴയെ ഓർത്ത് കർഷകർ ഭീതിയിലാണ്. ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞു നശിച്ചിരുന്നു. വലിയ ഒരു ഭാഗം വിളവും ഇതോടെ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി കാണാം ആനക്കലിയുടെ ഇരകൾ. പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ചിന്നക്കനാലിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച ചക്കക്കൊമ്പൻ. പ്ലാവ് കുലുക്കി ചക്ക പറിച്ച് ഭക്ഷിക്കുന്നതിനൊപ്പം കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് വരുത്തിവെക്കുന്നത്. കൈവശഭൂമിയായതിനാൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും കർഷകർക്ക് ലഭിക്കുന്നില്ല. കൈവശഭൂമിയിൽ മരം മുറിക്കാൻ അനുമതിയില്ലാത്തതിനാൽ പ്ലാവുകൾ മുറിച്ചു മാറ്റാനും കഴിയുന്നില്ല. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ നോക്കുന്നതിന് RRTയും കാര്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ. ചിന്നക്കനാലിലെ പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ചക്കക്കൊമ്പന്റെ വിളയാട്ടമാണ് കൃഷിയിടങ്ങളിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. വളർത്തുനായ കുറച്ചു ചാടിയെങ്കിലും കൊമ്പൻ പിൻവാങ്ങിയില്ല. 3 മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച കാട്ടാന പിന്നീട് ഇവിടെ നിന്നും അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങി. പ്ലാവ് കുലുക്കിയും കുത്തിമറിച്ചും ചക്ക ഭക്ഷിക്കുക മാത്രമല്ല, ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ് നാട്ടിൽ വിലസുന്ന കാട്ടുകൊമ്പൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ മാത്രം നശിപ്പിച്ചത്. ഇതുകൂടാതെ മറ്റു കാട്ടാനക്കൂട്ടങ്ങളും സിംഗഘട്ടം, BL റാവു മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കൈവശഭൂമിയായതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. മുമ്പ് പ്ലാവുകൾ വെട്ടിനീക്കുന്നതിന് കർഷകർ തയ്യാറെടുത്തെങ്കിലും കൈവശഭൂമിയിലെ മരം മുറിക്കുന്നതിനും അനുമതിയില്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. കാട്ടാന ശല്യം മൂലം ഇപ്പോൾ കൃഷിയിടത്തിൽ കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരാഴ്ചയായിട്ട് ഇവിടെ ആനയുടെ ശല്യം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. 1.5 ആഴ്ചയായി. ഇവിടെ കോളനി വാസിയാണ്. ഇത് ലക്ഷം വീട് കോളനിയാണ്. ഈ കോളനിക്ക് സെൻറ്ററിൽ കൂടി റോഡുണ്ട്. ആ റോഡെ കൂടി താളർന്ന് കയറി വരുക. അവിടെ ചക്കയൊക്കെ കുളിക്കിട്ട് വീടൊക്കെ അകത്ത് കയറാനായിട്ടുള്ള ശ്രമമൊക്കെ ചെയ്ത് പിന്നെ അവസാനം ഒച്ചയിട്ട് ഓടിച്ച് അങ്ങനെ വിട്ടു. പിന്നെ എന്ത് ചെയ്യാനാ, ചിന്നക്കനാൽ വാസികൾക്ക് ரொம்ப ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയിടവും നശിപ്പിച്ച് നാട്ടുകാരുടെ ഉറക്കം കെടുത്തി രാത്രി പകൽ വ്യത്യാസമില്ലാതെ ചക്കക്കൊമ്പൻ നാട്ടിൽ വിലസുമ്പോഴും
കാട്ടാന പ്രതിരോധത്തിനായി പ്രത്യേകം നിയമിച്ചിരിക്കുന്ന RRT സംഘത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. വന്യമൃഗഭീതിയിൽ പുറത്തിറങ്ങാനാകാതെ മലയോര ജനത. ചിന്നക്കനാലിൽ പുലിഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലി വളർത്തുനായയെ ആക്രമിച്ചു. ചക്കാലക്കൽ മേരിക്കുട്ടിയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. കൊളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യം. വിനോദസഞ്ചാരികൾ കടുവയെ നേരിൽ കണ്ടു. നാഗമലയിൽ പശുവിനെ കൊന്ന് ഭക്ഷിച്ചത് കടുവയെന്ന സംശയം. കാട്ടാനകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാടിറങ്ങുന്നത് കടുവയും പുലിയുമാണ്. ചിന്നക്കനാലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലിഭീതി ഒഴിയുന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ പുലി മേഖലയിലെ വളർത്തുനായ്ക്കളെ ഇരയാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകൾ വശത്ത് ജനവാസ മേഖലയിൽ പുലി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ പുലി ചക്കാലക്കൽ മേരിക്കുട്ടി ജോർജിന്റെ വീട്ടിലെ വളർത്തുനായയെ ആക്രമിച്ചു. നായ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ചിന്നക്കനാല് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു ഭാഗത്ത് പുലി, ഒരു ഭാഗത്ത് കടുവ, മറ്റൊരു ഭാഗത്ത് ആന, അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ടൊരിക്കലും ഇല്ലാത്ത രീതിയിൽ. ഇന്നലെ രാത്രിയിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുകളിൽ താമസിക്കുന്ന മേരിക്കുട്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് പുലി ഇറങ്ങി നായയെ പിടിച്ചുകൊണ്ടുപോയി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നാഗമലയിൽ കാളിരാജ് എന്ന് പറയുന്ന ആളുടെ 2 പശുക്കളെ കടുവ പിടിച്ചു. ഇതോടൊപ്പമാണ് സൂര്യനെല്ലി കൊളുക്കുമലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികളാണ് കടുവയെ നേരിൽ കണ്ടത്. ഇവർ ദൃശ്യങ്ങളും പകർത്തി. തമിഴ്നാട് അതിർത്തിയായതിനാൽ പഴനിമലയിൽ നിന്നും കടുവയെത്തിയതെന്നാണ് നിഗമനം. ഒപ്പം നാഗമലയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പശു ചത്തിരുന്നു. പശുവിനെ കൊന്നുഭക്ഷിച്ചതും കടുവയെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വനംവകുപ്പും സ്ഥിരീകരിച്ചു. കൊളുക്കുമലയിലെ കടുവ ജനവാസ മേഖലയായ ചിന്നക്കനാൽ സൂര്യനെല്ലി പ്രദേശത്തേക്ക് എത്തുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇനി ഇടുക്കിയുടെ കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. കാഴ്ചകളുടെ പറുദീസയായി ബോഡിമെട്ട്. ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളുടെ പറുദീസയായി ബോഡിമെട്ടിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ദിനംപ്രതി 100 കണക്കിന് സഞ്ചാരികളാണ് പ്രകൃതി ഒരുക്കിയ മനോഹര ദൃശ്യങ്ങൾ കാണാൻ കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലേക്ക് എത്തുന്നത്. മഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകളും ആയിരക്കണക്കിനടി താഴ്ചയിലുള്ള തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചകളുമാണ് ബോഡിമെട്ടിലെത്തിയാലുള്ള പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും വരുന്നതുമായ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ഇടത്താവളമാണെന്ന് ബോഡിമെട്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകൾ ചിലവഴിച്ചതിന് ശേഷമാണ് കടന്നു പോവുക. ബോഡിമെട്ടിന് മുകളിൽ നിന്ന് നോക്കി നിൽക്കുമ്പോൾ തമിഴ്നാടിന്റെ കാഴ്ചകൾ മറച്ച് മഞ്ഞു വന്നു മൂടും. ഈ സമയം മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പ്രതീതി. മൺസൂൺ ആരംഭിച്ചതോടെ ഇവിടെയും മഞ്ഞും തണുപ്പും ഇപ്പോൾ കൂടുതലാണ്. ഇത് ആസ്വദിക്കുന്നതിന് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നതും. പൂപ്പാറ വഴി കുമളിയിലേക്ക് പോകുന്ന സഞ്ചാരികളും ഇവിടെ നിന്നും 10 കിലോമീറ്റർ അകലെയായിട്ടുള്ള ബോഡിമെട്ടിലെത്താതെ കടന്നു പോകില്ല. എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട ഒരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആകെയുള്ളത് ചെറിയ രീതിയിലുള്ള കുറച്ച് കടകളും തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപത്തായിട്ടുള്ള ഒരു ശൗചാലയവും മാത്രം. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. സിറ്റി വിഷൻ, പൂപ്പാറ. വിദ്യാർത്ഥി യുവജന സംഗമം കട്ടപ്പനയിൽ നടന്നു. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് യുവജന സംഗമം നടത്തിയത്. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കട്ടപ്പനയിൽ വിദ്യാർത്ഥി യുവജന സംഗമം നടത്തി. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ അന്തസ്സത്ത കാത്തു സംരക്ഷിക്കുവാനും രാജ്ഭവനെ പോലും കാവ്യവൽക്കരിക്കുവാനുള്ള സംഘപരിവാർ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കുവാൻ വിദ്യാർത്ഥി യുവജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും ഇതിനായുള്ള പോരാട്ടമാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ജിസ്മോൻ പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സമയത്ത് 45 AISFന്റെയും AITFന്റെയും സഹാക്കൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അവർ ഒരുപക്ഷെ റിമാൻഡ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ റിമാൻഡ് ചെയ്യാനും ഈ സമരവുമായി ശക്തി
ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിളയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ സുരേഷ്, പ്രിൻസ് മാത്യു, VR ശശി, VK ധനപാൽ, KJ ജോയിസ്, CS അജേഷ്, ഫെൽവിൻ അഗസ്റ്റിൻ, അനീഷ് മോഹൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ശാന്തൻപാറ പൊട്ടൻകാട് റോഡിന്റെ ഭാഗമായുള്ള രാജകുമാരി കുരിശുപള്ളി ജംഗ്ഷനിൽ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫ്രണ്ട്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്ത്. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി സമർപ്പിച്ചു. 40 വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് ഏറ്റെടുത്ത റോഡാണ് ശാന്തൻപാറയിൽ നിന്നും ആരംഭിച്ച് സേനാപതി, രാജകുമാരി, കജ്നാപ്പാറ, വൈസന്മാരി വഴി പൊട്ടൻകാട്ടിലെത്തുന്ന ശാന്തൻപാറ പൊട്ടൻകാട് റോഡ്. ജനപ്രതിനിധികൾ ഇടപെട്ട 3 വർഷങ്ങൾക്ക് മുമ്പ് റോഡ് 8 മീറ്റർ വീതിയിൽ ടാർ ചെയ്തു. എന്നാൽ രാജകുമാരി കുരിശുപള്ളി കവലിയിൽ പ്രധാന റോഡിൽ നിന്നും മാങ്ങാത്തൊട്ടിക്ക് തിരിയുന്ന ഭാഗത്ത് റോഡിന് കേവലം 4 മീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഇതുമൂലം വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. റോഡിന്റെ ഒരു ഭാഗത്ത് രാജകുമാരി പള്ളിയുടെ കുരിശുപള്ളിയും മറുവശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കടമുറിയുമുള്ളതുകൊണ്ടാണ് റോഡ് വീതി കൂട്ടി ടാർ ചെയ്ത സമയത്ത് ആ ഭാഗം വീതിയെടുക്കാത്തത്. ശാന്തൻപാറ പൊട്ടൻകാട് റോഡ് രാജകുമാരിയിൽ പ്രവേശിക്കുന്ന ഭാഗത്ത് ഒരു സൈഡിലൊരു കുരിശുപള്ളിയും മറു സൈഡിലൊരു ബിൽഡിംഗ് നിൽക്കുന്നതുകൊണ്ട് ഈ റോഡിൻ്റെ വികസനം സാധ്യമാകുന്നില്ല. 2 വർഷം മുമ്പ് ഈ റോഡ് പണിത് വന്നെങ്കിലും ഈ കുരിശുപള്ളിയും ബിൽഡിങ്ങും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ വീതി കൂട്ടാൻ സാധിക്കുന്നില്ല. ഏകദേശം അരമണിക്കൂർ കൂടുമ്പോൾ നെടുങ്കണ്ടത്തിന് സ്വകാര്യ ബസ്സുകളും തിരിച്ചും ബസ്സുകൾ വരുന്നു. അതുപോലെ തന്നെ ഒരു 30-40 സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകുന്നേരം കടന്നു പോകുന്നു. കൂടാതെ നിരവധി ലോറികളും മറ്റ് സ്വകാര്യ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ തന്നെ ഒരു 3 വർഷം മുൻപ് ഒരു കാറും ഒരു ബൈക്കും കൂട്ടിയിടിച്ച് ഒരു വ്യാപാരി ഓൺ ദി സ്പോട്ടിൽ മരിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ദിവസം മുൻപ് ഒരു സ്ത്രീയെ അവിടെ നിന്ന് വന്ന ഒരു ബസ് തട്ടി അവർക്കും അപകടം ഉണ്ടായി. ഇതുപോലെ കൂടെ ധാരാളം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ റോഡിൻ്റെ വികസനം എത്രയും വേഗം നടപ്പിലാക്കി തരുന്നതിന് വേണ്ടി കുരിശുപള്ളി പൊളിച്ചു മാറ്റി റോഡ് നിർമ്മിക്കുന്നതിന് പള്ളി കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മറുവശത്തുള്ള കടയുടമ അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ നിന്നും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കെട്ടിടം പൊളിപ്പിക്കാതെ റോഡ് നിർമ്മിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ റോഡിനാവശ്യമായ സ്ഥലം മതിയായ നഷ്ടം ഉടമയ്ക്ക് നൽകി ഏറ്റെടുത്ത് റോഡിന് വീതി കൂട്ടി അപകട സാധ്യത കുറയ്ക്കണമെന്ന് അസോസിയേഷൻ സെക്രട്ടറി മാത്യു കുത്തുകല്ലിങ്കൽ, ജോയിന്റ് സെക്രട്ടറി സണ്ണി തുമ്പനിരപ്പേൽ എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, രാജാക്കാട്. സൂപ്പർ ശരണ്യ എന്ന് വിളിപ്പേരുള്ള ഒരു യുവതിയുണ്ട് ഇടുക്കിയിൽ. കോളേജിലെ വിദ്യാർത്ഥിനി, വീട്ടിലെ അമ്മ കരുതൽ, വളയം പിടിച്ചാൽ ഏതു വഴിയും ഓടിത്തീർക്കുന്ന സാരഥി. ഭർത്താവിനും അച്ഛനും സഹോദരനുമൊപ്പം
തടിപ്പണിയും ചെയ്യും. അതാണ് 24-കാരി നെടുങ്കണ്ടത്തെ ശരണ്യ. സൂപ്പർ ശരണ്യയുടെ വിശേഷങ്ങൾ കാണാം. നെടുങ്കണ്ടം മൈനർ സിറ്റി വാഴത്തോപ്പിൽ വീട്ടിൽ ശരണ്യ തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ 3ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ്. അവധി ദിവസങ്ങളിലും ഒഴിവ് സമയങ്ങളിലും ശരണ്യ പഠിച്ചു തീർക്കുന്നതാകട്ടെ ഹൈറേഞ്ചിലെ ദുർഘട വഴികളും. 18ാം വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ശരണ്യ സ്വന്തമായുള്ള പിക്കപ്പ് വാനുകളും ലോറിയും ഓടിക്കാത്ത ഹൈറേഞ്ചിലെ റോഡുകൾ വിരളമാണ്. തടി വ്യാപാരിയും ഡ്രൈവറുമായ പിതാവ് മുത്തുവിനൊപ്പം വാഹനമോടിച്ചു തുടങ്ങിയ ശരണ്യയ്ക്ക് ജീവിത വഴിയിൽ കൂട്ടായി എത്തിയത് ഡ്രൈവറായ കരിമ്പത്തിക്കൽ സൂര്യയായതും യാദർച്ഛികം. കഴിഞ്ഞ ദിവസം പണിയിടത്തിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ കാലിന് പരിക്ക് പറ്റിയ ശരണ്യ ഇപ്പോൾ ഭർത്താവിന്റെ പരിചരണയിലാണ്. റീൽസുകൾ വൈറലായതോടുകൂടി കോളേജിലും സൂപ്പർ ശരണ്യയായി ഈ വിദ്യാർത്ഥിനി വിലസുകയാണ്. ഞാൻ ആദ്യമേ ഒന്നും റീൽസ് എടുക്കത്തില്ലായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവരുടെ കൂടെ ലോഡും കൊണ്ട് പോയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. അപ്പം ഇവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ മോശമായിരുന്നു, എൻ്റെയും കാലിലൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 1-2 പേര് നമ്മളെ മാറി നിന്ന് കമന്റ് അടിക്കുന്നത് എന്താ ഈ ഒരു കോലത്തിലൊക്കെ ആ ഒരു രീതിയിൽ കമന്റ് അടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തത് എന്തോ ഇത്ര നാണം കെടായിരിക്കുന്നത്, ഈ ഒരു ഫീൽഡിൽ ഇത്രയ്ക്ക് എന്നാ ഈ വെറുപ്പെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഓർത്തപ്പം അതൊന്ന് പബ്ലിക് ആക്കിയേക്കാം, നാണം കെടാൻ എന്താ പ്രത്യേകിച്ചിരിക്കുന്നത് ഓർത്ത് അങ്ങനെ പബ്ലിക് ആക്കിയത് ആ വീഡിയോ. തടിയും മറ്റുമായി ദീർഘദൂര യാത്രകളും ശരണ്യ നടത്താറുണ്ട്. ട്രെയിലർ ലൈസൻസ് നേടുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുക. ബിരുദത്തിന് ശേഷം ബിരുദാനന്തര ബിരുദം നേടണമെന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെന്നുമാണ് ശരണ്യയുടെ ആഗ്രഹം. 4 വയസ്സുകാരി സൂര്യഗായത്രിയും 2.5 വയസ്സുകാരൻ സൂര്യകൃഷ്ണയുമാണ് മക്കൾ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിന് സമീപം നിയന്ത്രണം വിട്ട കാർ വീടിന് മുകളിലൂടെ പറന്ന 50 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. സമീപത്തെ വീടിനുള്ളിലേക്ക് മറിയാഞ്ഞതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സ്വദേശിയായ പീടികപ്പറമ്പിൽ ജയരാജിന്റെ വീടിന് മുകളിലൂടെ അമിത വേഗതയിലെത്തിയ ആൾട്ടോ കാർ നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. ഈ സമയം ജയരാജും ഭാര്യയും വലിയ രീതിയിലുള്ള സൗണ്ട് കേട്ടാണ് ഉണർന്നത്. റോഡിൽ നിന്നും ഏകദേശം 50 അടിയോളം താഴ്ചയിലേക്ക് കാർ മറയുകയും സമീപത്തെ കാപ്പിക്കുറ്റിയിലിടിച്ച് നിൽക്കുകയുമായിരുന്നു. കാറിലുണ്ടായിരുന്ന തോണിത്തടി സ്വദേശികളായ യുവാക്കൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഒരു ഭയങ്കര സൗണ്ട് കേട്ടാണ് ഉറക്കം തെളിഞ്ഞത്. അന്നേരത്തേക്കും ഈ കാറ് മറിഞ്ഞാണല്ലോ തോന്നി പെട്ടെന്ന് ഇറങ്ങി ചാടി വന്നപ്പോഴത്തേക്കും അവർ 2 പേരെ കണ്ട്. അവർ നേരത്തിനകത്ത് കയറി വന്നു. ആദ്യം ഞാനും പെരയുടെ ഒരു സൈഡ് വഴി തട്ടി നമ്മുടെ കാപ്പിയും പോയി വലിച്ചേക്കുന്ന ബേക്കിംഗ് സാധനങ്ങളെല്ലാം പോയി. സമയം ക്ലിയറായതുകൊണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടില്ല. പെരയുടെ വേറെ ഒരു കോണയിലെങ്കിലും തട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. അമിത വേഗതയിലെത്തിയ കാർ ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റിപ്പോയതോടെ സമീപത്തെ വീടിന് മുകളിലൂടെ പറന്ന് കാപ്പിക്കുറ്റിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയം വീടിന് മുകളിലേക്ക് കാർ വീഴാഞ്ഞത് വലിയ ദുരന്തമാണ് വഴിമാറിയത്. സാര പരിക്കുകൾ പറ്റിയ യുവാക്കളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലേഴ്സ് മീറ്റും ലഹരി വിരുദ്ധ ജ്വാല തെളിയിക്കലും കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആൻസൺ ജോസഫ് KS കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലേഴ്സ് മീറ്റ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഇടുക്കി ജില്ലാ റെഡ് ക്രോസ് ജനറൽ സെക്രട്ടറി MD അർജുനൻ അധ്യക്ഷത വഹിച്ച യോഗം കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആൻസൺ ജോസഫ് KS കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. യുദ്ധം നടത്തുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ചെറിയൊരു യുദ്ധം കഴിഞ്ഞു. അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലോകത്തെവിടെയും ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു റെഡ് ക്രോസ് എംബ്ലം പതിപ്പിച്ച ഒരു വാഹന വ്യൂഹം അവിടേക്ക് വരികയാണെങ്കിൽ അത് ശത്രുപക്ഷത്തുള്ള ഒരു വാഹനമാണെങ്കിൽ പോലും അതിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജനീവ കൺവെൻഷനിൽ പറയുന്നത്. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോഓർഡിനേറ്റർ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി.
പരിപാടിയുടെ ഭാഗമായി റെഡ് ക്രോസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PM ഫ്രാൻസിസ് ലഹരിവിരുദ്ധ ജ്വാല തെളിയിച്ചു. JRC കൗൺസിലേഴ്സും കേഡറ്റുകളും തിരിതെളിച്ച ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം ഇടുക്കി ജില്ലാ റെഡ് ക്രോസ് എക്സിക്യൂട്ടീവ് അംഗം ജോയി ആനിത്തോട്ട്, റെഡ് ക്രോസ് പ്രതിനിധി KM ജലാലുദ്ദീൻ, ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, ജൂനിയർ റെഡ് ക്രോസ് പീരുമേട് സബ് ജില്ലാ കോർഡിനേറ്റർ T ശിവകുമാർ, ജൂനിയർ റെഡ് ക്രോസ് കട്ടപ്പന സബ് ജില്ലാ കോർഡിനേറ്റർ സിനി K വർഗീസ്, ജൂനിയർ റെഡ് ക്രോസ് നെടുങ്കണ്ടം ഉപജില്ലാ കോർഡിനേറ്റർ പ്രജിത N എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കേരള എക്സൈസ് വകുപ്പ്, വിമുക്തി മിഷൻ, ഇടുക്കി എക്സൈസ് ഡിവിഷൻ, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന, അമ്പലക്കവല നാഷണൽ ലൈബ്രറി എന്നിവരുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം 2025 ജില്ലാതല ഉദ്ഘാടനം നടത്തിയത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേർനാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ലോകം മുഴുവൻ കൈയടക്കിയിരിക്കുന്ന ഒരു വലിയ വിപത്തായി ലഹരി മാഫിയ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്നത്തെ യുവതലമുറയടക്കം ഈ മാഫിയ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ കൊച്ചനുജന്മാരും അനുജത്തിമാരും അവരുടെ ആമുഖമായി ഇവിടെ കാര്യങ്ങൾ പ്രോഗ്രാമിൽ വായിച്ചപ്പോൾ പറഞ്ഞ ഒരു വലിയ മുദ്രാവാക്യമുണ്ട്: ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന ആപ്തവാക്യവും ആപ്തമുദ്രാവാക്യവും കൂടെ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ 2025 ലഹരി വിരുദ്ധ ദിനാചരണം നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1989 നമ്മൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആ ദിവസം കൊണ്ടാടാൻ തുടങ്ങിയത്. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് KS ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ലാലു PR വിമുക്തി കാർഡ് വിതരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. എക്സൈസ് ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ PK സുരേഷ്, കട്ടപ്പന നഗരസഭ കൗൺസിലർമാരായ സോണിയ JB, സിജു ചക്കുമൂട്ടിൽ, കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ അതുൽ ലോനൻ, മാണി KC, ബിജുമോൻ ജോസഫ്, ദീപു ജേക്കബ്, PC ഫിലിപ്പ്, ഡിജോ ദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ, കട്ടപ്പന. നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഇടുക്കി ജില്ലാ പോലീസ് നടത്തിവരുന്ന ക്യാമ്പസ് ബീറ്റ്സ് പ്രോജക്ടിന്റെയും മന്നം സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്യാമസ് ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPSന്റെ നിർദ്ദേശപ്രകാരം വിവിധ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ജില്ലയിലെ വിദ്യാലയങ്ങൾ വഴി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇടുക്കി ജില്ലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം മയക്കുമരുന്നുകളുടെ ലഭ്യത തടയുകയെന്ന ലക്ഷ്യവും മുൻനിർത്തി സ്കൂൾ അധികൃതർ, PTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ഇടുക്കി ജില്ലാ പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ആന്റി നർക്കോട്ടിക് ക്യാമ്പയിനാണ് ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതി. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്യാമസ് ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ലഹരി നിങ്ങൾക്ക് സ്പോർട്സ്, ആർട്സ്, പഠിത്തം ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കണമെന്നാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ലക്ഷ്യമെന്ന് സാറ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്പോർട്സ്, ആർട്സ്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്റ്റഡി അത് നിങ്ങളൊരു ലഹരിയായിട്ട് കാണുക. നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസിൻ്റെ
ഒരു പദ്ധതിയാണ് ക്യാമ്പസ് ബീസ്, ലഹരിക്കെതിരെ. ലഹരി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കുട്ടികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങൾക്കുള്ള സമ്മാനം സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ നൽകി. ആന്റി ഗ്രഡ് ക്യാമ്പയിൻ അംബാസിഡറും സൂപ്പർ സീനിയർ SPC കേഡറ്റുമായ മാസ്റ്റർ ഗൗതം സുമേഷ് സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് N ബിന്ദു, കായികാധ്യാപകൻ അമൃതേഷ് ഷാജി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് DI മനു PP, വിമുക്തി കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ K, പ്രദീപ് കുമാർ PS, വിഷ്ണു മോഹൻ, സുമേഷ് KS, ഗിരീഷ് കുമാർ TS എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗൾഫിൽ കുടുങ്ങിയ തൂക്കുപാലം സ്വദേശിനിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ മോചനം. രാമക്കൽമയുടെ പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ മീരാൻ റാവുത്തറാണ് കുവൈറ്റിൽ നിന്ന് തിരികെ എത്തുന്നത്. കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. ഉൽപാദനത്തിനും ഗണ്യമായ കുറവ്. 1 മാസം കൊണ്ട് വ്യാപകമായി ശരവും ചിമ്പുകളും അഴുകി നശിച്ചു. പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച ചക്കക്കൊമ്പൻ. കൃഷിയിടങ്ങളിൽ വ്യാപക കൃഷിനാശവും വരുത്തി കാട്ടുകൊമ്പന്റെ വിളയാട്ടം. നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ. വന്യമൃഗഭീതിയിൽ പുറത്തിറങ്ങാനാകാതെ മലയോര ജനത. ചിന്നക്കനാലിൽ പുലിഭീതി ഒഴിയുന്നില്ല. കുളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യം. നാഗമലയിൽ പശുവിനെ കൊന്ന് ഭക്ഷിച്ചത് കടുവയെന്ന് സംശയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.